guys, it's Abdul. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി മാസ്ക് മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്താണ് ഹിയർ വി ഗോ ടു ദ വീഡിയോ. സ്റ്റാർട്ടിങ് വെക്കണത് നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മാസ്കിന്റെ എല്ലാ ഷേപ്പും ഒരു 4 ടൈപ്പ് മൾട്ടി ആണല്ലോ, അപ്പം ഒരു 4 എന്തായാലും വേണമല്ലോ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഏരിയ ഭാഗത്ത് ഫസ്റ്റ് ഒരു ഡിസൈനുള്ള ഒരു മാസ്ക് വരക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തത് ഫൗണ്ടേഷൻ ഇടാം. അപ്പം ഞാൻ 2 രീതിയിലാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇടുന്നത്. ഈ നമ്മുടെ നോസിന്റെ ഏരിയയിൽ ഒരു ടൈപ്പ് ഒരു കുഞ്ഞി മാസ്ക് ഉണ്ടോ, ഒരു ടൈപ്പ് ഒരു സ്റ്റിച്ച് പോലത്തെ സാധനം, അതിന് വേറെ ഏതെങ്കിലും എൻ്റെ ഷെയ്ഡ് അല്ലായിരിക്കും. ഈ ഏരിയ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഈ മാസ്കിന്റെ ഉള്ളിൽ മാത്രമാണ് കേട്ടോ മേക്കപ്പ് ഇടുന്നത്. അപ്പം ഇത് നോർമലി എൻ്റെ സ്കിൻ ടോൺ, ഇതും എൻ്റെ സ്കിൻ ടോൺ, ഈ ഭാഗം ഇത് വന്നിട്ട് കുറച്ചുകൂടെ ലൈറ്റർ ആയിരിക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 മാസ്കും വേറെ വേറെ ഡയമെൻഷനിലും കാണാൻ പറ്റും, 3 ടോണിലും കാണാൻ പറ്റും. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ഒരു 3D എഫക്റ്റ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകും. അടുത്ത പരിപാടി എന്നാൽ കൺസീലർ അപ്ലൈ ചെയ്യണം. അപ്പോൾ കൺസീലർ ഞാൻ ഹയസ്റ്റ് പോയിന്റിലും കൂടാതെ നമ്മുടെ അണ്ടർ ഐസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്യണം. കാരണം കുഞ്ഞു പോർഷനല്ലേ മാസ്ക് ആയിട്ട് വരുന്നുള്ളൂ, നമ്മുടെ ഐസിൻ്റെ ഭാഗത്ത് വേറെ തന്നെ ഒരു മാസ്ക് അല്ലേ. അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് ഡയമെൻഷേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ അന്നേരം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനത് ഒരു നല്ലൊരു ട്രാൻസ്ലൂസൻറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മുടെ ആ രണ്ടാമത്തെ മാസ്ക് ഞാൻ എൻ്റെ സ്കിൻ കളർ വെച്ച് കവർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ആ ഒരു പോർഷനില്ലേ, ചീക്ക് ഏരിയ, അവിടെ ഒരു കോണ്ടോറിൻ്റെ ഏരിയയും കൂടെ വരും. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഡാർക്കർ ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്തത്. കോണ്ടോർ പാലറ്റ് പൗഡർ വെച്ച് ആ ഭാഗത്ത് ഇച്ചിരി കളിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ്, കാരണം കുഞ്ഞ് പോർഷനല്ലേ വരുന്നുള്ളൂ. അപ്പം ബ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിലി നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, ആൻഡ് അത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നോസ് ഞാൻ നന്നായിട്ട് കോണ്ടോറും ചെയ്തിട്ടുണ്ട്. കാരണം ആ ഇച്ചിരി പോരുന്ന ഒരു ചെറിയൊരു പോർഷനകത്ത് നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്യണം. അതിനുശേഷം ഞാൻ താഴ്ഭാഗത്ത് നമ്മുടെ നമ്മുടെ ഈ താടിയുള്ള ഭാഗത്തും നമ്മുടെ കോണ്ടോർ ചെയ്യണ ആ പോർഷനിൽ കുഞ്ഞ് കോണ്ടോറൊക്കെ വരുമല്ലോ, കാരണം ചീക്കിൻ്റെ ആ ഒരു ഏജിയല്ലേ, അങ്ങനെ നമ്മളെ ലിപ്പ് വരെയാണല്ലോ ഹൈലൈറ്റ് ചെയ്യണ പോർഷൻ വരുന്നത്. അതും ഞാൻ നന്നായിട്ട് നമ്മുടെ സ്കിൻ കളർ വെച്ച് അതിന് ശേഷം ഞാൻ അത് കോമ്പാക്റ്റ് വെച്ചതാണ് ലിപ്പിൻ്റെ താഴത്തും ചീക്കിലൊക്കെ ഒരു വൈറ്റ് ലൈന് കാണുന്നത്. കോമ്പാക്റ്റ് അല്ല, സോറി, ട്രാൻസ്ലൂസൻ്റ് വെച്ച്. അതിനുശേഷം ഞാൻ ഐ ഷേഡ് അപ്ലൈ ചെയ്തു. ഐ ഷേഡ് നല്ലൊരു ബേസ്, നല്ലൊരു ലൈറ്റ് ഒരു ഓറഞ്ച് ബ്രൗൺ ആണോ ചോദിച്ചാൽ ഏതാണ്ട് ആ ഒരു കളർ വരുന്ന ഒരു സാധനം, ഷെയ്ഡ് വെച്ചിട്ട് ബേസ് ഐ ഷേഡോയുടെ ബേസ് കളർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ നന്നായിട്ട് അത് അത്രയും സട്ടിലായിട്ടുള്ളൊരു കളറെ ഞാൻ ഒരുപാട് ലെയർ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന ഒരു കളറിലോട്ട് എത്തുന്നത്. ഈ കളർ ഇട്ടത് എന്തിനാ വെച്ചാൽ നമ്മളുടെ ബേസ് കളേഴ്സ് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ റെഡ് ബ്രൗണ് ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലൊരു ന്യൂഡ് ബേസ് അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ബ്രൗണും റെഡും ആയിട്ടുള്ള കളേഴ്സ് എപ്പോഴും ഇങ്ങനെ പോപ്പ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇതിപ്പോൾ ഞാൻ അതിന് ശേഷം നല്ലൊരു കുഞ്ഞ് റെഡല്ല, ലൈക്ക് ഒരു റെഡാണോ പിങ്കാണോ, നമ്മൾ ലിപ്സ്റ്റിക്കിൽ റെഡ്സ് ആൻഡ് പിങ്ക്സിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാം. ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് എന്താണ് ക്രീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രീസിൽ മാത്രം ഒരു ലൈറ്റ് റെഡാണോ, അതെ ഞാൻ പറഞ്ഞ പോലെ റെഡാണോ പിങ്കാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റൊരു പീച്ചാണോ ഓക്കെ, പീച്ചിൻ്റെ ഇനത്തിൽ അത് മെയിൻ പീച്ചിൻ്റെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റുന്ന പോലത്തെ ഒരു റെഡ്. ഓക്കെ, അത് ഞാൻ അവിടെ അപ്ലൈ ചെയ്യാണ്. അതിന് ശേഷം അതെന്താണ് പിഗ്മെൻറ്റേഷൻ വളരെ കുറവാണ് കേട്ടോ ഈ പീച്ചിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ആ ഒരു പീച്ചിന് എത്ര പോപ്പ് ചെയ്യാത്തൊരു കാരണം ഞാൻ കുഞ്ഞ് ഇൻഡിഗോ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും സട്ടിലായിട്ടുള്ള ഇൻഡിഗോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഐ ഷാഡോയിൽ ഒരു ലൈക്ക് ഒരു ബേസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഐ ഷാഡോ, രണ്ട് ഐ ഷാഡോ മീൻസ് രണ്ട് ഐ ഉണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റിലും ഞാൻ രണ്ട് ടൈപ്പിലാണ് ചെയ്യാൻ പോണത്. കാരണം മാസ്ക് ആയത് കാരണം നമുക്ക് രണ്ടും ഒരേ ടൈപ്പ് വേണമെന്നില്ല. ഒരേ ടൈപ്പ് ചെയ്താൽ ഒരു കുറച്ചും കൂടെ നാച്ചുറലാണ്. മാസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ചും കൂടെ ആർട്ടിഫിഷ്യൽ എന്നല്ല, നമ്മളിങ്ങനെ എന്താണ് ഇപ്പം ജോക്കറിൻ്റെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു കണ്ണ് ചിലപ്പോൾ കുറച്ച് മേലോട്ടേക്ക് നീട്ടി വരച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ താഴോട്ടേക്ക് നീട്ടി വരച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ. അത് കാരണം ഞാൻ ഇങ്ങനെ രണ്ട് കൈയും വേറെ വേറെ ലുക്ക് ചെയ്യണം. അതിന് ശേഷം ഞാൻ നല്ലൊരു ഒരു പേർപ്പിൾ എടുത്തിട്ട് നമ്മളെ ക്രീസ് ഒന്ന് ലൈൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ക്രീസ് ലൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഔട്ടർ കോർണേഴ്സിൽ നല്ല ഡാർക്കർ ചെയ്തിട്ട് ഇന്നർ കോർണേഴ്സിലോട്ടേക്ക് ഇങ്ങനെ നമ്മൾ ടു ആൻഡ് ഫ്രോത്ത് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ആ ബ്രഷിൻ്റെ ടിപ്പിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു എന്താണ് ലൈറ്റ് ബീം പോലെ ഒരു ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റി. അതിന് ശേഷം ഞാൻ നമ്മളെ ബ്രോബോൺസ് ഉണ്ടല്ലോ, ബ്രോബോൺസ് ഹൈലൈറ്റ് ചെയ്യണം. ബട്ട് അതിന് മുന്നേ ഞാൻ ആ ഭാഗത്ത് ഇച്ചിരി റെഡ് കളർ എടുത്തിട്ട് ഐ മീൻ ക്യാമറയിനകത്ത് ആ ഒരു ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, ഐ ഷാഡോയുടെ ഔട്ടർ ലൈൻ കാണാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം നമ്മുടെ റെഡ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ലൈൻ ചെയ്തു കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മളുടെ ആ പേർപ്പിൾ ചെയ്തത് നമ്മളുടെ ലിഡിൻ്റെ മേലെയും കൂടെ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തു. ശേഷം പാക്ക് പറഞ്ഞാൽ അത്രയും പാക്കല്ല, ലൈറ്റ് പാക്ക്. കാരണം നമുക്ക് ഇൻഡിഗോൻ്റെ ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേർപ്പിൾ ഒന്ന് പാക്ക്. അതിന് ശേഷം ഞാൻ ഇൻഡിഗോ എടുത്തിട്ട് നമ്മളുടെ ഔട്ടർ കോർണേഴ്സിൽ നിന്ന് ഇന്നർ കോർണേഴ്സിലോട്ട് കട്ട് ക്രീസ് ചെയ്ത മാതിരി ആണ്. ബട്ട് ആ പേർപ്പിളും ഇതും തമ്മിൽ അങ്ങനെ ഒരു ഹാഷ് ലൈൻസ് ഒന്നുമില്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു. അതിന് ശേഷം ഞാൻ അതേ പേർപ്പിൾ ഇൻഡിഗോ എടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണേഴ്സ് ഉണ്ടല്ലോ, അണ്ടർ ഐസിലോട്ട് ഒരു ചെറുതായിട്ടൊന്ന് കൊടുത്തു. അണ്ടർ ഐസിൽ നമുക്ക് തോന്നുന്നു 3/4 അല്ലെങ്കിൽ ഓക്കെ അത്ര മാത്രമേ ഞാൻ കൊടുത്തിട്ട് നമ്മൾ നേരെ പ്യൂപ്പിളിൻ്റെ താഴെ വരെ. ആൻഡ് അയ്യോ പറഞ്ഞ് ക്ഷണിച്ചല്ലോ. ആൻഡ് അതിന് ശേഷം ഞാൻ ഇൻഡിഗോ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആവാം, നമ്മുടെ സ്മോക്ക് ഔട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്ത് ചെറുതായിട്ടൊരു പേർപ്പിളും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ സോറി. ആൻഡ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു നമ്മൾ വിങ് ലൈൻ എഴുതുന്ന പോർഷനിലോട്ട് ഇൻഡിഗോനെ ഒന്നിങ്ങനെ ഒരു ഒരു ഷാർപ്പ് ഒരു സ്മോക്കി ആണ്, ബട്ട് ഇച്ചിരി ഷാർപ്പായിട്ടുള്ളൊരു എൻഡ് പോലെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഇന്നർ കോർണേഴ്സിലോട്ട് അങ്ങനെ ബ്ലൂവും ഏതൊരു കളറും കൊണ്ടുപോയിട്ടില്ല. കാരണം എനിക്ക് നമ്മുടെ ഐലൈനർ ആ കൊക്കില്ലേ, പക്ഷിയുടെയൊക്കെ കൊക്ക് പോലെ ചെയ്യാൻ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പേർപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറ് നമ്മൾ ആ ഭാഗത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ആ ഭാഗത്ത് നമ്മുടെ ആ ഒരു അത്രയും ഷാർപ്പ് എൻഡായിട്ട് കിട്ടൂല. ഷാർപ്പ് എൻഡായിട്ട് കിട്ടില്ല. അത് കാരണം ഞാൻ ആ ഭാഗത്തോട്ട് അങ്ങനെ ഏതൊരു കളറും ഒരു കോർണേഴ്സിലോട്ട് കൊണ്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇച്ചിരി ഹൈലൈറ്റർ എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മുടെ ലിഡിൻ്റെ മേൽഭാഗം എന്ന് വെച്ചാൽ ഇത്രയും ഡാർക്ക് കളേഴ്സ് എന്നല്ല ആ ഒരു ഭാഗം ഏതായാലും ഞാൻ ആ ഇന്നർ കോർണേഴ്സിൻ്റെ ഭാഗത്തോട്ടേക്ക് ഒന്നും അപ്ലൈ ചെയ്യണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്നർ കോർണേഴ്സിന് ഒരു കട്ട് ക്രീസ് ചെയ്യണ മാതിരി ഹൈലൈറ്റർ വെച്ച് ജസ്റ്റ് ലിഡിൻ്റെ മേലെ കൂടി ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കട്ട് ക്രീസ് നമ്മൾ കൺസീലർ വെച്ചാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തെന്നുള്ളൂ. കട്ട് ക്രീസ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അടിയിൽ പേർപ്പിൾ ഇട്ടത് കാരണം കൺസീലറും ഈ ഒരു പേർപ്പിൾ ഒരു ഇൻഡിഗോവും പേർപ്പിളും കൂടെ മിക്സ് ആയിട്ട് അത്രയും ഒരു കളർ വരില്ല. ബട്ട് ഇതുണ്ടോ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഹൈലൈറ്റർ മാത്രമാണ്, എന്നിട്ടോ ആ ഒരു ഫിനിഷ് കിട്ടും. കാരണം ഹൈലൈറ്റർ എന്ന് പറയുന്നത് അത്രയും സട്ടിൽ ആൻഡ് വളരെ ഫൈനായിട്ടുള്ള ഷിമേഴ്സ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ തൊടുമ്പം തന്നെ നന്നായിട്ട് ഇങ്ങനെ പിഗ്മെൻറ്റഡ് ആയിക്കോളും. അത് കാരണമാണ് ഞാൻ ഹൈലൈറ്റർ ഉപയോഗിച്ചത്. ഹൈലൈറ്റർ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ണായത് കാരണം കുറച്ചും കൂടെ വലുത് കാണാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പേർപ്പിൾ എടുത്തിട്ട് ഇച്ചിരി നമ്മളെ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ ടാമ്പ് ചെയ്തതിന് ശേഷം ഞാൻ പേർപ്പിൾ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു നമ്മുടെ ഔട്ടർ ലൈൻ ഉണ്ടല്ലോ പേർപ്പിൾ നേരെ അപ്ലൈ ചെയ്ത ക്രീസിൻ്റെ ഏരിയ കുറച്ചും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞതുണ്ടല്ലോ അത്രയും ഹാഷ് ലൈൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് ബോർഡർ ചെയ്തു. അതിന് ശേഷം സെയിം പേർപ്പിൾ എടുത്തിട്ട് നമ്മളുടെ ആ ഒരു നേരത്തെ ചെയ്ത റെഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ ചെയ്യാണ് കേട്ടോ. കാരണം ഒരു വേഴ്സ് എഴുതിയ മാതിരി കണ്ട ആ ഭാഗത്ത് ചെയ്തു. അതിന് ശേഷം അത് നന്നായിട്ട് താഴത്തോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്മോക്ക് ഔട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അതിന് ശേഷം ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഇച്ചിരി ബ്ലൂ, ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഇച്ചിരി ഒരു ഡാർക്കല്ല നന്ന ഷിമേഴ്സ് ഉള്ള ഒരു കളർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം ഞാനൊരു നമ്മുടെ നമ്മളെ ഔട്ടർ കോർണേഴ്സിൽ നേരത്തെ ചെയ്തിരിക്കുന്ന പേർപ്പിളിൻ്റെ മേലെ കൂടെ വീണ്ടും ഒരു നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അവിടെ നന്നായിട്ട് അപ്പം നമ്മൾ ക്രീസ് ഏരിയയിൽ കൂടെ മേലോട്ട് പോയി നമ്മുടെ ആ നേരത്തെ റെഡിലോട്ടേക്ക് ഒരു പേർപ്പിൾ ലൈൻ വരച്ചില്ലേ അതിനെ കൊണ്ട് ജോയിൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു റിവേഴ്സ് എസ് എഴുതിയാൽ മതി. എസ് എഴുതുന്നതിൻ്റെ റിവേഴ്സ് ഏരിയ. ഓക്കെ, അതിപ്പം ലെഫ്റ്റ് ഐയിലാണെങ്കിൽ കറക്റ്റ് എസ് മാതിരി ഉണ്ടാകും. ബട്ട് ഇത് ഇപ്പുറത്തെ റൈറ്റ് ആയത് കാരണമാണ് എസ് റിവേഴ്സ് എഴുതിയ മാതിരി. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ആ ഇതും വീണ്ടും ഇതിൻ്റെ ലെയർ കോട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല ഡാർക്കൻ ചെയ്യാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ സെക്കൻഡ് ഐ ലുക്കിലോട്ട് കിടക്കാം. ആ ഐ ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ ഗ്രീൻ അപ്ലൈ ചെയ്തത് റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ചെയ്യുന്നു അണ്ടർ ഐസിന് തൊട്ട് വിങ് ലൈൻ എഴുതുന്ന പോർഷൻ ആ വഴി ഇങ്ങനെ ത്രൂ പോയിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ടെയിൽ വരെ ഞാൻ ആ ഒരു ഗ്രീൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ ഒരു നല്ലൊരു ബ്രൗൺ പ്ലസ് ഷിമേഴ്സ് ഉള്ള ഒരു കളർ എടുത്തിട്ട് നമ്മുടെ ലിഡിൻ്റെ പോർഷനും കൂടാതെ ഇന്നർ കോർണേഴ്സും പിന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ ടെയിലുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഒരു നല്ലൊരു വിങ് പോലെ അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഷിമേഴ്സ് മാത്രമേ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 ലെയർ അപ്ലൈ ചെയ്തിട്ടാണ് ബ്രൗണിൻ്റെ പിഗ്മെൻറ്റേഷൻ എത്തിച്ചത്. അതിനുശേഷം കൂടാതെ ഞാൻ ഈ ബ്രോബോൺസിൻ്റെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്ററും നമ്മുടെ താഴ്ഭാഗത്ത് ഇട്ടിരിക്കുന്ന ഈ ഷിമേഴ്സും കൂടെ ഏതാണ് എന്നുള്ളത് കൺഫ്യൂഷനാവും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ എടുത്ത് ഷിമേഴ്സ് ഇല്ലാത്തൊരു ബ്രൗൺ എടുത്തിട്ട് നമ്മുടെ ടെയിൽ തുടങ്ങി ഇന്ന കോർണേഴ്സിലോട്ട് ഒരു നന്നായിട്ട് ലൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ആ ഒരു ലൈക്ക് മാത്രമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അധികം വർക്ക്സ് ഒന്നും ഇല്ലല്ലോ, ഒരു 3-4 ഷെയ്ഡ്സ് മാത്രമല്ല. അപ്പുറത്തെടുക്ക പോലെ എസ് പോലെ ആക്കിയിട്ടും ആ വക സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകാരണം ഞാൻ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ലാഷ് ഗ്ലൂ വെച്ചിട്ട് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ലാഷ് ഗ്ലൂ എൻ്റെ അത്ര ലോങ് ലാസ്റ്റ് ഒന്നും അല്ല. അത് കാരണം ഞാൻ ലാഷ് ഗ്ലൂ അല്ല യൂസ് ചെയ്തത്. ലാഷ് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. ബട്ട് അങ്ങനെ ഡ്രൈ ചെയ്തിട്ടൊന്നുമല്ല യൂസ് ചെയ്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനുശേഷം ഞാൻ ആ ഭാഗത്ത് ഇപ്പം ഞാൻ ക്ലോത്ത് വെച്ച് വെച്ചാൽ ആ ഭാഗമെല്ലാം ഒന്ന് ബ്ലാക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേനും ബ്രൗൺ അപ്ലൈ ആയിട്ട് ഗ്രീനിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ആ ഗ്രീൻ ഒന്നും കൂടെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് പിഗ്മെൻറ്റഡ് ആക്കുകയാണ്. ഓക്കെ, അത്രയാണ് അവൾ ആ ഒരു ഐ ഷേഡോയുടെ ഉള്ള ലെഫ്റ്റ് ഐൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ 2 കണ്ണും. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ലാഷസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ബ്രോബോൺസ് ഹൈലൈറ്റ് ചെയ്തു. ബട്ട് നമ്മുടെ ഈ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ബീഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, സ്റ്റോൺസ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്തു, ഇന്നർ കോർണേഴ്സിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ബീഡ്സ് അപ്ലൈ ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ ബീഡ്സ് ഉപയോഗിച്ചിട്ടല്ല, ഹൈലൈറ്ററാണ് ഇന്നർ കോർണേഴ്സിലൊക്കെ. അപ്പം ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. കൂടാതെ നമ്മൾ ഈ സ്റ്റോൺ ആകുമ്പോൾ നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ആവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈലൈറ്ററിനേക്കാളും ഒരു മാസ്കിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് സ്റ്റോൺസിന് കൊടുക്കാം. സ്റ്റോൺസിന്
സ്റ്റോൺസ് വെച്ചാൽ കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റോൺസ് അപ്ലൈ ചെയ്തത്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ മാസ്കിൻ്റെ ഔട്ടർ ബോർഡേഴ്സ് ഉണ്ടല്ലോ, അത് നല്ലൊരു ഡാർക്ക് ഐ ഷാഡോ വെച്ചിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഒരു ഷാഡോ പോലെ കൊടുക്കുകയും ചെയ്തു. ആൻഡ് ഔട്ടർ കോർണേഴ്സ് നന്നായിട്ട് ഐലൈനർ വെച്ച് ലൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് നമ്മുടെ മാസ്കിൻ്റെ പരിപാടി. അത് എല്ലാ 3 മാസ്കിനും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇച്ചിരി എന്താണ് ക്ഷമയും കുറച്ച് ഇരുന്ന് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. കാരണം 3, 4 ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വെച്ച് ഒരേ ഒരു കുഞ്ഞി സ്പേസിൽ നമ്മളിങ്ങനെ ഇട്ട് വർക്ക് ചെയ്യേണ്ടേ. ഞാൻ കൂടാതെ ലാഷസും അപ്ലൈ ചെയ്തൊരു മസ്കാര ഐലൈനർ ആൻഡ് നമ്മുടെ ഐബ്രോസും കൂടെ ഡീറ്റെയിൽ ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് നമ്മുടെ മാസ്കിനുള്ള ഹുക്സും എല്ലാ മാസ്കിലും എൻ്റെ ഫൈനൽ ലുക്ക് ഇറ്റ്സ് സോ അമേസിങ്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെയ്തിരിക്കുന്ന 3 മാസ്കും 3D എഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ക്യാമറയിൽ കാച്ചബിൾ ആണ് ഞാൻ ചെയ്തത്. പെർഫെക്റ്റ് എന്നല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ എഴുതാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഹിറ്റ് ദാറ്റ് നോട്ടിഫിക്കേഷൻ ബെൽ. അപ്പം ഞാൻ പുതിയ ഹെൽത്ത് കെയർ, ബ്യൂട്ടി കെയർ ആൻഡ് ഇതുപോലത്തെ SFX കൂടാണ്ട് നോർമൽ കാഷ്വൽ വെയർസ് മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ കിട്ടും. സോ ടിൽ ദെൻ ബൈ.